मैं किसी की कृपा से यहाँ नहीं आया हूँ भाई साहब। मैं 7 बार चुनाव जीत कर आया हूँ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മികച്ച പ്രകടനം കണ്ട രാജ്യസഭാ ചർച്ചകളിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. പ്രതിപക്ഷത്ത് തൃണമൂൽ കോൺഗ്രസിലെ MP സാകേത് ഗോഖലെ ആയിരുന്നു രാജ്യസഭയിൽ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ബംഗാളിലെ ഭരണകക്ഷിയാണ്. ബംഗാളിൽ CPM-മായി പോരാടിയാണ് തൃണമൂൽ അധികാരത്തിലേക്ക് വന്നത്. തൃണമൂൽ ബംഗാളിൽ നടത്തുന്നത് 3 ദശാബ്ദത്തിലധികം കാലം CPM നടത്തിയ അതേ രീതിയിലുള്ള ക്രൂരമായ ജനാധിപത്യ വിരുദ്ധമായ എതിരാളികളെ കശാപ്പ് ചെയ്യുന്ന ഭരണമാണ്. ഏതൊരു CPM-ന്റെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെയാണോ മമതാ ബാനർജി എതിർത്തത്, അതേ മമതാ ബാനർജി അധികാരത്തിലെത്തിയ സമയത്ത് എല്ലാവിധത്തിലും തന്റെ എതിരാളികളെ അടിച്ചമർത്തിയായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം ഇലക്ഷൻ ബൂത്ത് പിടിച്ചെടുക്കുന്നത് ബംഗാളിലാണ്. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രാഷ്ട്രീയ എതിരാളികളെ കൊല ചെയ്യുന്നത് ബംഗാളിലാണ്. ഭീഷണി കൊണ്ട് ആളുകളെ വരുതിക്ക് നിർത്തുന്നത് ബംഗാളിലാണ്. അങ്ങനെ എല്ലാവിധത്തിലുള്ള ഗുണ്ടായുസം കൊണ്ട് ബംഗാൾ പിടിച്ചടക്കുന്ന മമതാ ബാനർജി പക്ഷെ പാർലമെന്റിലേക്ക് അയക്കുന്നത് സാധാരണ രാഷ്ട്രീയക്കാരെയല്ല. രാജ്യസഭയിലേക്കാണെങ്കിലും ലോക്സഭയിലേക്കാണെങ്കിലും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന, നന്നായി പ്രസംഗിക്കാൻ അറിയുന്ന ആളുകളെയാണ്. അവരിൽ പലരും പത്രപ്രവർത്തകരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണലുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളെയാണ് മമതാ ബാനർജി തെരഞ്ഞെടുത്തയക്കുന്നത്. കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല മമതാ ബാനർജിയുടെ പാർട്ടി. കാരണം അത് മമതാ ബാനർജിയുടെ പാർട്ടിയാണ്. അപ്പോൾ ഒരു പാർട്ടിയിൽ ജില്ലയിലും താലൂക്കുകളിലും നിയോജകമണ്ഡലങ്ങളിലും അങ്ങനെ വളർന്നു വരുന്ന, സംസ്ഥാന തലത്തിലും ഒക്കെ വളർന്നു വരുന്ന നേതാക്കന്മാരുണ്ടാവും. പാർട്ടികളുടെ ഘടകങ്ങളുണ്ടാവും. ആ പാർട്ടികളുടെ ഘടകങ്ങൾക്കനുസരിച്ചാണ് അതിലെ ആളുകൾക്ക് സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കുന്നത്. അവരുടെ കഴിവും കപ്പാസിറ്റിയും അനുസരിച്ചാണ്. ഇവിടെ ചോദിക്കാൻ ആരുമില്ല. മമതയ്ക്ക് ഇഷ്ടമുള്ള ആളുകളെ രാജ്യസഭാംഗമാക്കാം, ലോക്സഭാംഗമാക്കാം, സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു. അങ്ങനെ രാജ്യസഭാംഗമായ ഒരാളാണ് സാകേത് ഗോഖലെ. അദ്ദേഹം നേരത്തെ ഒരു പത്രപ്രവർത്തകനായിരുന്നു, യൂട്യൂബർ ആയിരുന്നു. അതേസമയത്തിന് നിരവധി കേസുകൾ, ഹവാല, കള്ളപ്പണ ഇടപാടുകളെ കുറിച്ചുള്ള കേസുകളുണ്ട്. ആളുകൾക്കെതിരെ ഡിഫമേഷൻ കേസുകളുടെ അതിന്റെ പേരിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ മാപ്പ് പറയാൻ ആവശ്യപ്പെട്ട ആളാണ് സാകേത് ഗോഖലെ. ആ സാകേത് ഗോഖലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഒന്ന് കൊട്ടാൻ ശ്രമിച്ചതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ രാജ്യസഭയിൽ കണ്ടത്. പക്ഷെ അതിന് ചുട്ട മറുപടി തന്നെ അമിത്ഷാ കൊടുക്കുന്നതും കണ്ടു. സത്യത്തിൽ അമിത്ഷായ്ക്കെതിരെ, BJP-ക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ സാകേത് ഗോഖലെ ഉന്നയിച്ചൊരു ആരോപണം കേന്ദ്രത്തിലെ ഇതൊരു ജമീന്ദാരി സർക്കാരാണെന്നാണ്. പക്ഷെ എന്താണ് സാകേത് ഗോഖലെ പറഞ്ഞത്? സാകേത് ഗോഖലെ പറഞ്ഞത് എന്നെ പാർലമെന്റിൽ സംസാരിക്കാൻ നിയോഗിച്ചത് മമതാ ബാനർജി എന്നാണ്. അത് തന്നെ സാങ്കേതികമായി തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഒരു രാജ്യസഭയിൽ ആ പാർട്ടിയുടെ ലീഡറാണ് അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നത്, അല്ലെങ്കിൽ ആ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അത് രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജി പുറത്തുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പം മമതാ ബാനർജി പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എന്ന് തന്നെ പറഞ്ഞാൽ അതൊരു ജമീന്ദാരി സ്വഭാവത്തിന്റെ ഭാഗമാണ്. കാരണം ഒരു പാർട്ടിക്കകത്ത് പാർലമെന്ററി പാർട്ടി തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെയല്ല സാകേത് ഗോഖലെ ആഭ്യന്തര വകുപ്പിന്റെ ചർച്ചയിൽ തുടക്കമിടാൻ വേണ്ടി നിശ്ചയിക്കുന്നത്. അയാളെ നിശ്ചയിക്കുന്നത് തന്നെ മമതാ ബാനർജിയാണ്. അപ്പൊ അത് പരസ്യമായിട്ട് പറയുന്ന ഒരാളാണ് സാകേത് ഗോഖലെ. പക്ഷെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ആഭ്യന്തര വകുപ്പിനെ കണക്കിന് വിമർശിക്കുന്നു. CBI-യുടെ കേസുകളെ കുറിച്ച് പറയുന്നു. എന്റെ ചോദ്യങ്ങൾ അമിത്ഷായെ ഭയപ്പെടുത്തുമെന്ന് പറയുന്നു. ഇതോടെയാണ് അമിത്ഷാ എഴുന്നേറ്റ് പറഞ്ഞത്, मैंने इन्होंने इंटरप्रिटेशन किया, डर गए. मैं किसी की कृपा से यहाँ नहीं आया हूँ भाई साहब. എന്നെ അങ്ങനെ ആരും ഭയപ്പെടുത്തണ്ട. കാരണം ഞാൻ ആരെയും ഭയപ്പെടാനും പോകുന്നില്ല. കാരണം ഞാൻ ഇലക്ഷനിൽ 7 തവണ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ആളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതൊരു കടുത്ത മറുപടിയായിരുന്നു സാകേത് ഗോഖലെയെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ അദ്ദേഹം ചോദിച്ചു, CBI കേസുകൾ അങ്ങേയറ്റം CBI കേസുകൾ കെട്ടിക്കിടക്കുകയാണെന്നാണ് സാകേത് ഗോഖലെ പറഞ്ഞത്. അതിന് അമിത്ഷാ പറഞ്ഞത് ബംഗാളിൽ ഒരു CBI-യുടെ സ്പെഷ്യൽ കോടതി പോലും സ്ഥാപിക്കാൻ മമതാ ബാനർജി തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ബംഗാളിൽ ആരാണ് കേസെടുത്തത്? ബംഗാളിൽ CBI എടുത്ത കേസുകളൊക്കെ കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. കാരണം അങ്ങേയറ്റത്തെ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഇലക്ഷൻ തട്ടിപ്പുകളൊക്കെ നടന്ന സമയത്ത് പരാതിക്കാർ കോടതിയെ സമീപിച്ചത് കൊണ്ടാണ് CBI കേസെടുത്തത്. അപ്പൊ അങ്ങനെ ചുട്ട മറുപടിയാണ് പാർലമെന്റിൽ സാകേത് ഗോഖലേക്ക്, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് അമിത്ഷാ നൽകിയത്. इन्होंने इंटरप्रिटेशन किया, डर गए. मैं किसी की कृपा से यहाँ नहीं आया हूँ भाई साहब.
मैं 7 बार चुनाव जीत कर आया हूं। एक आइडियोलॉजी का विरोध कर यहां नहीं घुस गया हूं मैं। डरने का क्वेश्चन डज नॉट अराइज। मान्यवर ये जो जिक्र कर रहे हैं इस सदन को गलत तरीके की इंफॉर्मेशन दे रही है, इसलिए मैं स्पष्टता करने के लिए नंबर ऑफ केस जो वो सीबीआई के कह रहे हैं वो माननीय सुप्रीम कोर्ट के और माननीय हाई कोर्ट के ऑर्डर से चुनावी हिंसा के लिए रजिस्टर किए गए केस है। जो चुनावी हिंसा बंगाल में हुई ये सारे करप्शन के केस नहीं है मान्यवर, छीन कर रखे। और चुनावी हिंसा किस प्रकार की? चुनाव में हमारी सीटें ज्यादा आ गई, चुन कर जहां हमारा बहुमत था वो बूथों में हत्या की दी गई, महिलाओं के साथ बलात्कार किए गए। जब पीड़ित लोग, कोई एक्शन नहीं, कोई अरेस्ट नहीं, पीड़ित लोग जब पहुंचे हाईकोर्ट में, हाईकोर्ट के ऑर्डर से सीबीआई को जांच दिया गया है मान्यवर, हाईकोर्ट के ऑर्डर से दिया गया है। ये सुप्रीम कोर्ट को भी नहीं मानेंगे, हाई कोर्ट को भी नहीं मानेंगे। जमींदारी कौन कर रहा है वो अब पूरा देश देखेगा। आप हाई कोर्ट को भी नहीं मानते हो। ये सारे सीबीआई के जो केस है मान्यवर, हाई कोर्ट और सुप्रीम कोर्ट के ऑर्डर से रजिस्टर्ड किए गए हैं और ये कह रहे हैं इनमें परिणाम नहीं आ रहा है। मैं इसलिए परिणाम नहीं आ रहा है, एक भी सीबीआई स्पेशल कोर्ट आज बंगाल में नहीं है, एक भी नहीं बनाई है। ഈ സമയത്ത് അമിത്ഷയ്ക്കെതിരെ വ്യക്തിപരമായ ചില പരാമർശങ്ങൾ നടത്താനും സാകേത് ഗോഖലെ തയ്യാറായി. എന്നാൽ സാകേത് ഗോഖലെയോട് ആ പരാമർശങ്ങൾ പിൻവലിക്കാൻ വേണ്ടി സ്പീക്കർ ആവശ്യപ്പെട്ടു. ഉപരാഷ്ട്രപതി കൂടിയായ രാജ്യസഭാ സ്പീക്കർ ജഗ്ദീപ് ധൻഖർ ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം വഴങ്ങിയില്ല. ഒടുവിൽ സ്പീക്കർ തന്നെ പറഞ്ഞു ഇതൊരു പാർലമെന്റിന്റെ അന്തസ്സിന് നിരക്കാത്ത പരാമർശങ്ങളാണ്, അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടുകൂടി നടത്തിയ പരാമർശങ്ങളല്ല. അതുകൊണ്ട് തന്നെ താൻ ഈ പരാമർശങ്ങൾ നീക്കം ചെയ്യുന്നതായിട്ട് സ്പീക്കർക്ക് പറയേണ്ടി വന്നു. അപ്പൊ ഇതാണ് പാർലമെന്റ് അകത്ത്, രാജ്യസഭയിലകത്ത് ഒരു വേള തൃണമൂൽ കോൺഗ്രസ് അമിത്ഷായെ ഒന്ന് ചൊറിയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ കാര്യമായിട്ട് അമിത്ഷായുടെ നല്ലൊരു പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കണ്ടത്.